ഇന്നത്തെ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് ട്രംപ് ഇറാൻ്റെ സൈഡിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ മാലിയിലൊരു തീവ്രവാദ സംഘടനയുണ്ടല്ലോ. അവർ മാലിയിലെമ്പാടും ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടിത്തെറിപ്പിക്കുന്ന ഭീകരവാദ സംഘടനയുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സാഹിൽ റീജിയനിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ. ആ സംഘടനകൾക്കെതിരെ അറ്റാക്ക് നടത്താനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയുമായിട്ട് ഭയങ്കര കൺസേണാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന അമേരിക്ക. സൗദിയുമായിട്ട് സിവിൽ ന്യൂക്ലിയർ പ്രോജക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് 30 വർഷത്തെ കരാർ, അതിനാണ് ഇപ്പം കളം ഒരുങ്ങുന്നത്. സൗദിയും അമേരിക്കയും തമ്മിൽ ധാരണയായിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട ഡിമാൻഡായിട്ട് അമേരിക്ക ഉന്നയിക്കുന്ന ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷൻ. പക്ഷേ ഇപ്പോഴും സൗദി അറേബ്യ പാലസ്തീൻ സ്റ്റേറ്റ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. കാരണം അത് സൗദി അറേബ്യയുടെ ഇൻ്റർണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. രാജഭരണമൊക്കെ ഒരു സൈഡിൽ നടന്നാലും ഒരു ഇൻ്റർണൽ റിഫ്റ്റ് ഉണ്ട്. കുറച്ച് പഴഞ്ചൻ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് പാലസ്തീനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. സൗദി അറേബ്യക്കുള്ളിലും ശക്തമായിട്ടുള്ള ഈ ഫണ്ടമെൻ്റലിസം കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈ സൗദി അറേബ്യ എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയൊരു വിഷയമാണ്. വഹാബിസം, മുജാഹിദ്, ഇതിനെല്ലാം തന്നെ തുടക്കം കുറിച്ച ആശയപരമായി ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന പല തീവ്രവാദ സംഘടനകളുടെയും ഉത്ഭവ കേന്ദ്രമാണ് സൗദി അറേബ്യ. അത് വേറെ കാര്യം. ഇന്ന് അവർ പല രീതിയിലും മോഡറേറ്റ് ആയിട്ട് മാറി ചിന്തിക്കാൻ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള ലിബറലുകളാണെന്ന് പറഞ്ഞ് പരത്തുന്ന ഒരു രീതിയാണ് ഉള്ളത്. പക്ഷേ അവർ ലിബറലുകളല്ല. ഇപ്പോൾ MBS പോലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഒരു റിഫോർമേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെങ്കിലും, നവോത്ഥാന നായകന്മാരായിട്ട് മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും, പക്ഷേ അത് ശരിക്കും സൗദി അറേബ്യയ്ക്കുള്ളിലുള്ള പലർക്കും ഈ നവോത്ഥാനം എന്ന് പറഞ്ഞത് തൊട്ട് തീണ്ടാത്ത വിഷയമാണ്. അവർ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ശക്തമായ രീതിയിൽ തന്നെ എതിർക്കും. അത്തരത്തിലുള്ള വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് MBS വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പാലസ്തീൻ കല്ലിവലി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ സൗദി അറേബ്യയിലെ MBS മനസ്സിനുള്ളിൽ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾ അടിച്ചൊതുക്കി പാലസ്തീനെ ഇല്ലാതാക്കുക. കാരണം ഈ പാലസ്തീൻ 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാക്കുന്ന ഈ സൗദി അറേബ്യ ഗാസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അവരതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ്. അതായത് അവരുടെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഞങ്ങൾക്ക് അബ്രഹാം അക്കോടൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഒന്നെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ അടിച്ചൊതുക്കണം. അതായത് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞുള്ള ഒരു റിക്വയർമെൻറ്റ് ഇനി ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിൽ നിങ്ങൾ വിജയകരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് പിന്നെ ഈ പാലസ്തീനെ കുറിച്ച് പറയാൻ പോകുന്നത്? ഒരിക്കലും ഞങ്ങൾ പറയത്തില്ല. പക്ഷേ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ, പൊതുവേദിയിൽ ഇങ്ങനൊരു വിഷയം മുന്നിട്ട് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് പാലസ്തീൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനമെടുക്കാനേ സാധിക്കൂ. അത് സൗദി അറേബ്യ അല്ല, മിക്ക അറബ് രാജ്യങ്ങളുടെയും നിലപാട് ഇത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടും. രാജഭരണത്തിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു തുടങ്ങും. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ അമേരിക്ക ഇൻഡയറക്റ്റായിട്ട് ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ 30 ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സൗദിക്ക് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് പോലെ തന്നെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നടത്താം. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു പെർസെൻറ്റേജ് റേഷ്യോ ഉണ്ട്. അത്തരത്തിൽ സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർക്ക് യുറേനിയം അവർക്ക് വാങ്ങാം, അവർക്ക് എൻറിച്ച്മെൻറ്റ് നടത്താം, അതേപോലെ പവർ പ്ലാന്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. അതുപോലെ ജുദയ സമാരിയ എന്ന് പറഞ്ഞ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്ത് കോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യഹൂദനെ 2 അറബ് തീവ്രവാദികൾ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കുത്തേറ്റ കോഹൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ചികിത്സയിലാണ്, സീരിയസ് ആണ്. ഇനിയിപ്പോൾ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലേക്ക് ഇറങ്ങി ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തും. അറഞ്ഞം അടി തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. ഇനി ഗാസയ്ക്കുള്ളിൽ ഇന്നലെ 3 ഹമാസ് മെമ്പേഴ്സിനെ വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ. അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, മാർക്കോ റൂബിയോ പറഞ്ഞതാണ്. പക്ഷേ വരുന്നെങ്കിൽ വന്നോട്ടെ, കാരണം ഇത് ഒരു എയിമാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ്. ഈ യുദ്ധം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സോ ഇപ്പോൾ യൂറോപ്പ് വന്നാലേ അമേരിക്കയ്ക്ക് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾ കൂടുന്നെങ്കിലും ഓക്കെ, നിങ്ങളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. തീവ്രവാദികൾക്കെതിരെ നടത്തുന്ന ആക്രമണത്തിൽ നിങ്ങൾക്കും പങ്കുചേരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ബൾഗേറിയ എന്ന് പറഞ്ഞൊരു രാജ്യം വളരെ ബോൾഡായിട്ട് തന്നെ അവരുടെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ അവർ അമേരിക്കയെ പിന്തുണയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അവരുടെ ബെസ്മർ എന്ന് പറഞ്ഞ എയർബേസിൽ അമേരിക്കയ്ക്ക് താവളം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇറാനെതിരെ എന്ത് വേണേലും കാണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും 136 വോട്ട് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടും 13 വോട്ട് മാത്രമാണ് അതിനെ ഒപ്പോസ് ചെയ്ത് ബൾഗേറിയയുടെ ഉള്ളിൽ ലോ മേക്കേഴ്സ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ KC-135 റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകൾ, അതുപോലെ തന്നെ 260-ലധികം അമേരിക്കൻ സോൾജേഴ്സ് അവിടെയാണ് ഇപ്പം തമ്പടിച്ചിരിക്കുന്നത്. ബൾഗേറിയക്കെതിരെ ശക്തമായ നിലപാടുമായിട്ട് ഇറാൻ
പ്രഖ്യാപനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ബൾഗേറിയയിലേക്ക് വരെ ഞങ്ങൾ ഡ്രോൺ അയക്കും എന്നാണ് ഇപ്പം ഇറാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പതിയെ ഒരു യൂറോപ്യൻ രാജ്യം ഗേറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അമേരിക്കയ്ക്ക്. അമേരിക്കയുടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ശരിക്കും ഈ വാർ അതോറിറ്റി, ട്രംപ് വാർ അതോറിറ്റി കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് റെസൊല്യൂഷൻ പാസ്സാക്കാറുണ്ട്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ 2 വട്ടം ഈ ഇലക്ഷനിൽ പരാജയം നേരിട്ടതാണ്. പക്ഷേ ഇപ്പം സ്ലൈറ്റ്ലി അപ്പർ ഹാൻഡാണ്. കാരണം ഈ വാർ അതോറിറ്റിയെ പരാജയപ്പെടുത്തിയ അതേ കോൺഗ്രസ് തന്നെ നിലവിൽ യുദ്ധം അഗ്രസീവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് പെൻറ്റഗന് ഡിഫൻസ് ബഡ്ജറ്റ് പാസ്സാക്കി കൊടുത്തിരിക്കുകയാണ്. 1.15 ട്രില്യൺ ആണ് പാസ്സാക്കിയിരിക്കുന്നത് എമൗണ്ട്. ഓൾറെഡി തന്നെ 96 മില്യൺ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 60 മില്യൺ കൂടി കൊടുക്കാനുണ്ട്. അത് ഉടനെ തന്നെ ട്രഷറിയിൽ നിന്നും പെൻറ്റഗന് പാസ്സായി കിട്ടും. അപ്പം ശക്തമായിട്ട് വീണ്ടും ആക്രമണം തുടരും. കാരണം ഇപ്പോൾ 1.15 ട്രില്യൺ ഇപ്പോൾ പാസ്സായി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ യുദ്ധം മുന്നോട്ട് വെച്ചടി മുന്നോട്ട് എന്നുള്ള രീതിയിലാണ് അമേരിക്കയുടെ ഉള്ളിലുള്ള പോളിസി. അപ്പോൾ ഇറാന് മേൽ ഇനിയും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ വരും. അതേപോലെ തന്നെ ഇന്നലെ അമേരിക്ക നടത്തിയ 12th വേവ് ഓഫ് അറ്റാക്കിന്റെ നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ താറുമാറായിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള അറ്റാക്കാണ്. ഇറാൻ അറ്റാക്ക് നടത്തുന്ന പോലെ പോയി ഒരു മിസൈൽ വീഴുക, പൊട്ടിത്തെറിക്കുക, അതൊന്നുമല്ല സംഭവം. ശരിക്കും പറഞ്ഞാൽ നേരിട്ടങ്ങ് അറ്റാക്ക്. ഫയർ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഫയർ പവർ എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ്. അമ്മാതിരിയുള്ള അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇറാൻ മരണക്കണക്കൊന്നും പുറത്തു വിടുന്നില്ല. 50-60 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. കാരണം അമേരിക്ക ഇസ്രായേലിനെ പോലെ നോട്ടീസ് കൊടുത്തൊന്നും അറ്റാക്ക് നടത്തുന്നില്ല. എവിടെയൊക്കെ സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അടിച്ചങ്ങ് തകർക്കുകയാണ്. ഞാൻ ഈ സൈഡിൽ വെച്ച് പോകുന്ന ഫൂട്ടേജസ് ഒക്കെ നിങ്ങൾ കണ്ടോളൂ. ശരിക്കും പറഞ്ഞാൽ അവിടെ അതിൽ തന്നെ സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, എന്ത് ഫെസിലിറ്റിയാണ് അറ്റാക്ക് ചെയ്തതെന്ന് വരെ എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ വാർത്തയും വായിച്ചു പോവാം. അപ്പോൾ ഈ ഫൂട്ടേജസ് നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം തന്നെ മിലിറ്ററി താവളങ്ങൾ, അതേപോലെ അവരുടെ അമ്യൂണിഷൻസ് ഡെപ്പോ, അതുപോലെ അവരുടെ മിസൈൽ താവളങ്ങൾ, അവരുടെ റഡാർ സ്റ്റേഷൻസ്, അതേപോലെ സർവേലൻസ് യൂണിറ്റുകൾ, ഇതൊക്കെ തന്നെയാണ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ കുവൈറ്റിലെ അൽ അബ്ദലി എയർബേസ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് സക്സസ്ഫുള്ളി അവർ അറ്റൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മീൻസ് ആ മിസൈൽ കൊണ്ട് അതായത് ആ ഡ്രോൺ അറ്റാക്ക് വിജയകരമായി അവർ നടത്തിയിട്ടുണ്ട് കുവൈറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ അതേസമയം അമേരിക്ക ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സുലൈമാനിയ എന്ന് പറഞ്ഞ ആ സ്ഥലം. ഈ സുലൈമാനിയ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്, ഇറാഖിൻ്റെ ആ സ്റ്റേറ്റും അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇറാൻ്റെ സ്റ്റേറ്റും, അതായത് ഈ ബോർഡർ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെ, അതായത് ഈ ബോർഡർ ചെക്ക് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഫ്രണ്ട് ലൈനിൽ നിന്നും 50 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു ചെക്ക് പോയിന്റ് ഉള്ളത്. ആ ചെക്ക് പോയിന്റിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ ചെക്ക് പോയിന്റിൽ നിരവധി പേര് വന്നിട്ട് അവിടെ താമസിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഈ ക്ലിയറൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ബോർഡർ ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു ഇടത്താവളമാണ്. അപ്പോൾ അവിടെ തമ്പടിച്ച് താമസിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് നിരവധി ഇറാനികൾ, ഈ IRGCയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, കർബല എന്ന് പറഞ്ഞ അവരുടെ ഈ ഷിയ മുസ്ലിംസിന്റെ ഒരു പിൽഗ്രിമേജ് ഉണ്ട് ഇറാഖിൻ്റെ ഉള്ളിൽ. അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയി വരുന്നത്. അപ്പോൾ അവരവിടെ ഈ പാണ്ടക്കെട്ടുകളുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന സാഹചര്യത്തിൽ അവിടെ ഇച്ചിരി റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ആ പ്ലേസിലാണ് ഇന്നലെ അറ്റാക്ക് നടത്തിയത് അമേരിക്ക. അതുപോലെ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇസ്രായേൽ കളത്തിലിറങ്ങും. പക്ഷേ എനിക്ക് അതിന് താല്പര്യമില്ല. ആരെയും ഞാൻ പ്രശ്നത്തിൽ ഉൾപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി, അമേരിക്ക ഒറ്റയ്ക്ക് മതി, ഞങ്ങൾ പണി തീർക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ മാപ്പിൽ ഇതിനു മുമ്പ് കാണിച്ചിരുന്ന കെർമാൻഷാ എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് ഇന്നലെ 13ാമത്തെ വേവ് ഓഫ് അറ്റാക്ക്, 13th ഡേ, ശക്തമായ രീതിയിൽ അറ്റാക്ക് നടത്തിയത്. നിരവധി ഏരിയകളിലാണ് ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. പരമാവധി ഇറാൻ്റെ മിസൈലുകൾ, അതായത് ഇറാഖിൻ്റെ ഉള്ളിൽ വന്ന മിസൈലുകൾ, മിഡിൽ ഈസ്റ്റിലേക്ക് വന്ന മിസൈലുകളെല്ലാം തന്നെ മിസൈലുകളും അതേപോലെ ഡ്രോണുകളും ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഫുട്ടേജസുകളാണ് ഇതിലുടനീളം വെച്ചിരിക്കുന്നത്. ഇതെല്ലാം 13th ഡേ വേവ് ഓഫ് അറ്റാക്ക്. തകർത്ത് വെച്ചിട്ടുള്ള അറ്റാക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇറാൻ മരണക്കണക്ക് പുറത്തു പറയുന്നില്ല. അവിടെ അപ്പോൾ ആ ഒരു ഫൂട്ടേജ് ഞാൻ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടോളൂ. അവിടെ ശരിക്കും പറഞ്ഞാൽ വെപ്രാളം പിടിച്ച ആൾക്കാർ എങ്ങോട്ട് മാറണം എന്നറിയാത്ത രീതിയിൽ ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. US പ്രസിഡന്റ് ഡീപ്ലി ഡിസപ്പോയിന്റഡ് വിത്ത് ഹൂത്തീസ്. ഞാൻ കഴിഞ്ഞ വർഷം ഹൂത്തികളെ അറ്റാക്ക് ചെയ്ത് നിർത്തുമ്പോൾ അവർ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞ് താണുകയാണ് അപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിന്മാറിയത്. ഡൊണാൾഡ് ട്രംപാണ് പറയുന്നത്. അവരിപ്പോൾ എന്നെ വലിയ രീതിയിൽ ഡിസപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും സൗദി അറേബ്യയുടെ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് നടത്തിയത് വലിയ രീതിയിൽ അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇറാനെ ആക്രമിക്കുന്നതിനോടൊപ്പം ഹൂത്തികളെയും ആക്രമിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഇനിയെങ്കിലും കമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് മേളിൽ നടത്തുന്ന അറ്റാക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയാണോ ആക്രമണം നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താക്കീതാണ്. പിന്നെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇറാഖിൻ്റെ പ്രൈം മിനിസ്റ്റർ അലി അൽ സൈദി കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടൺ DC യിലായിരുന്നു.
ട്രംപിനെ മീറ്റ് ചെയ്ത് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അമേരിക്കയോടൊപ്പം എന്നുള്ള നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇറാഖുമായിട്ട് അമേരിക്ക ഷെവറോൺ കമ്പനിയെ വെച്ചിട്ട് ഓയിൽ ഡീലൊക്കെ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ പുള്ളിക്കാരൻ ഇറാനിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് സംഗതി എന്ന് പിടികിട്ടുന്നില്ല. ഇറാനിലേക്ക് വന്നപ്പോൾ മസൂദ് പെസസ്ക്യാനാണ് റിസീവ് ചെയ്തത്. കണ്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. മസൂദ് പെസസ്ക്യാൻ പറഞ്ഞത്, ഇത് അമേരിക്കയുടെ മീഡിയേഷൻ കൊണ്ടുവരുന്ന ഒരു വരവല്ല. ശരിക്കും പറഞ്ഞാൽ ഇറാഖിൻ്റെ സോവറൈൻ പ്രൈം മിനിസ്റ്ററാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ വരവിൻ്റെ ഉദ്ദേശം മീഡിയേഷൻ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് പലരും വിചാരിച്ചത് അമേരിക്കയ്ക്ക് പോയിട്ട് പിന്നെ ഈ ആഴ്ച ഇറാനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഡൗട്ട്, അതിനൊരു ക്ലാരിഫിക്കേഷനാണ് മസൂദ് പെസസ്ക്യാൻ നൽകിയത്. അപ്പോൾ പാകിസ്ഥാനെ ഇവർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ഒരു മീഡിയേറ്ററാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് ഈ വരുന്നയാൾ അമേരിക്കയുടെ ചാരനോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട മീഡിയേഷന് വേണ്ടിയിട്ടോ വരുന്നതല്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത്. പാകിസ്ഥാൻ ശരിക്കും ഇത് തിരിച്ചറിഞ്ഞിട്ട് മിണ്ടാതിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ. കാരണം ഇവരെ അത്തരത്തിലാണ് അവർ കാണുന്നത്. പാകിസ്ഥാനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മസൂദ് പെസസ്ക്യാൻ പറഞ്ഞു വെച്ചത്. അത് പാകിസ്ഥാൻ അവിടെ ചെല്ലുമ്പോഴേ വാ അമേരിക്കയുടെ ചാരൻ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ, അടിമ എന്നുള്ള നിലയിലാണ് കാണുന്നത്. അതേസമയം അവരുടെ ആവശ്യങ്ങളും കൂടി നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരും പാകിസ്ഥാനെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പാകിസ്ഥാൻ ഒരു ചെണ്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ഇത് തിരിച്ചറിവില്ല. പാകിസ്ഥാൻ അമേരിക്ക എടുത്ത് നാണം കെട്ടൊരു ഏർപ്പാട് $10 ബില്യൺ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇറാനുമായിട്ടുള്ള മീഡിയേഷനൊക്കെ ചെയ്തു തന്നതല്ലേ, അപ്പോൾ എങ്ങനെയെങ്കിലും ട്രംപ് സാബ് ഞങ്ങളെ സഹായിക്കണം, ഒരു $10 ബില്യൺ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് തരണം, ഏതെങ്കിലും രീതിയിൽ. അത് വേൾഡ് ബാങ്ക് ത്രൂ ആയിക്കോട്ടെ, IMF ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ ഒരു $10 ബില്യൺ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തൊരു കഷ്ടമാണ് നോക്കൂ. ഇങ്ങനെയും ഒരു രാജ്യം അതപ്പതിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതപ്പതിക്കും. പാകിസ്ഥാനല്ലേ. IRGCയുടെ ഒരു സീനിയർ കമാൻഡിംഗ് ഓഫീസർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇനി കൂടുതൽ പുറത്തു വരേണ്ടതുണ്ട്. അതുപോലെ മാർക്കോ റൂബിയോ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ കമേഴ്ഷ്യൽ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്ത് ഒട്ടും ശരിയല്ല എന്നുള്ള നിലപാട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൂതികൾക്കെതിരെ താക്കീതും കൊടുത്തിട്ടുണ്ട്. The Houthis largely were smart and stayed out of all this throughout the conflict, but they now apparently have gotten themselves suckered into this, going after Saudi Arabia and their ships. And by the way, that's, I was reading reports a few hours ago that there was actually a Saudi fuel ship that's flagged Chinese. It's a Chinese ship. Are they going to blow up the Chinese ship? And this becomes a problem for China. This will become a problem for the whole world. But I hope that will de-escalate, because I think the Houthis, frankly, got snookered into this thing by the Iranians. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.